എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്ക് ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത് കാലം എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേക പ്രയോഗം എന്താണെന്ന് ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പം യുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ പ്രയോഗിക്കുന്നത് ഭൂതകാലക്രിയയിൽ മാത്രമാണ്. അപ്പം അത് നമുക്ക് തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്രത്യേകിച്ചൊരു വീഡിയോ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നേക പ്രയോഗ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നത് സകർമ്മകൾ ഓർ അകർമ്മക ക്രിയ നോക്കിയിട്ടാണ് എന്ന്. അപ്പം സകർമ്മക ക്രിയയിൽ മാത്രമാണ് പ്രയോഗം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇതിൻ്റെ നിയമങ്ങൾ. നേക പ്രയോഗിൽ എന്തൊക്കെ നിയമങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിയമം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ. ക്രിയ സകർമ്മക ഭൂതകാല മേ, അതായത് ക്രിയ സകർമ്മക ഭൂതകാൽ മേ सामान्य भूतकाल, आसन्न भूतकाल, पूर्ण भूतकाल, संदिग्ध भूतकाल है तो कर्ता के साथ ने प्रत्यय जोड़ता है. അപ്പം ക്രിയ സകർമ്മക ഭൂതകാല ക്രിയയാൽ എന്താണ്? നേ പ്രത്യയം ചേർക്കുന്നു. മനസ്സിലായല്ലോ? നമ്മൾ പ്രയോഗിച്ചത് എവിടെയാണ്? സകർമ്മക്രിയയിൽ മാത്രമാണ്. അത് ഏതൊക്കെ കാലത്തിലായിരുന്നു? ഏതൊക്കെ ഭൂതകാലത്തിലാണ്? സാമാന്യ, ആസന്ന, പൂർണ്ണ, സന്ദിഗ്ധ ഭൂതകാലത്തിൽ. അപ്പം ഒന്നാമത്തെ നിയമം എന്താ? ക്രിയ സകർമ്മ ആവണം. അതോടൊപ്പം ചേർക്കുകയും ചെയ്യുന്നു. എങ്ങനെ? സകർമ്മകമാണെങ്കിൽ മാത്രം. ഇവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിരിക്കുന്നു, കണ്ടോ? രാം ने रोटी खाई, लता ने पाठ पढ़ा है, सुनीता ने पत्र लिखा था, रमेश ने चिट्ठी लिखी होगी. അപ്പോൾ ഇവിടെ രമേശ് അല്ലേ? ഇവിടെ മൊത്തം കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയകൾ മാറിയിരിക്കുന്നത് അല്ലേ? റോട്ടി ഖായി സ്ത്രീലിംഗാണ് റോട്ടി. പാഠ് എന്നുള്ളത് പുല്ലിംഗാണ്, ഏകവചനമാണ്, അതുകൊണ്ട് പടാഹെ വന്നു. പത്ര എന്നുള്ളത് പുല്ലിംഗാണ്, ഏകവചനമാണ്, അതുകൊണ്ട് ലിഖാത്ത വന്നു. ചിട്ടി എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ലിഖി ഹോഗി എന്ന് വന്നത്. അപ്പോൾ രമേശയുടെ പുല്ലിംഗ ആയതുകൊണ്ടല്ല അല്ലേ? പുല്ലിംഗ ആയതുകൊണ്ട് ഇവിടെ ലിഖാ ഹോഗ വന്നോ? ഇല്ല. ഇവിടെ കർമ്മമായ ചിട്ടിക്കാണ് പ്രാധാന്യം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എന്താ? എന്താ ഇവിടെ? യദി കർമ്മ के साथ को प्रत्यय जोड़ता है अथवा कर्म स्पष्ट नहीं है तो क्रिया पुल्लिंग एक वचन में होती है. എന്താ മനസ്സിലായത്? യദി കർമ്മ के साथ को प्रत्यय जोड़ता है, കർമ്മത്തോടൊപ്പം കോ എന്ന പ്രത്യയം ഉണ്ടെങ്കിൽ, കർമ്മത്തോടൊപ്പം കോ എന്ന പ്രത്യയം ഉണ്ടെങ്കിൽ, കർമ്മം വ്യക്തമല്ലെങ്കിൽ ക്രിയ എന്തായിരിക്കും? പുല്ലിംഗ് ഏകവചൻ മേ ഹോത്തി ഹെ. എന്താ കുട്ടികളെ മനസ്സിലായത്? യദി കർമ്മ के साथ को प्रत्यय जोड़ता है अथवा कर्म स्पष्ट नहीं है तो क्रिया पुल्लिंग एकवचन में होती है. അതായത്
കർമ്മത്തോടൊപ്പം കോ പ്രത്യയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർമ്മം വ്യക്തമല്ലെങ്കിൽ ക്രിയ എപ്പോഴും എന്തായിരിക്കും? പുല്ലിംഗ ഏകവചനമായിരിക്കും. നോക്കാം, ഉദാഹരണം നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. राम ने सीता को देखा. राम ने सीता को देखा. उसने गाय को खरीदा. उसने गाय को खरीदा. ഇവിടെയെല്ലാം കർമ്മമുണ്ട് അല്ലേ? ഇവിടെ കോ ഉണ്ട്. मैंने घोड़े को देखा അല്ലേ? കുതിരയെ കണ്ടു. मैंने घोड़ी को देखी. ഞാൻ പെൺകുതിരയെ കണ്ടു അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ കോ ഉണ്ട്. അപ്പോൾ നമുക്ക് കോ ഇല്ലാത്തത് വേണം. എന്താ? കർമ്മം സ്പഷ്ടമല്ലാത്ത. ഇവിടെയൊക്കെ കർമ്മമുണ്ട് എന്ന് മനസ്സിലായല്ലോ. സീത, ഗായ്, ഘോഡെ, ഘോടി ഇതൊക്കെ കർമ്മമാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കർമ്മമില്ല, കർമ്മം സ്പഷ്ടമല്ല, വ്യക്തമല്ല എങ്കിൽ എന്താ വരിക? കണ്ടുവാ, ഉസ്നെ ദേഖ. അവിടെ നേക്ക പ്രയോഗം വന്നു, ഉസ്നെ ദേഖ. ഇവിടെ കർമ്മമൊന്നും കാണുന്നില്ല അല്ലേ? രമാനെ പഠ. രമ പഠിച്ചു. ഇവിടെയും കർമ്മ വ്യക്തമല്ല. പക്ഷെ ഇവിടെയൊക്കെ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? നേ എന്ന പ്രത്യയം പ്രയോഗിച്ചിരിക്കുന്നു. കണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു നിയമം നോക്കാം. മറ്റൊരു നിയമം, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു നിയമം നമുക്ക് നോക്കാം. എന്താ അത്? ഇവിടെ കണ്ടുവിട്ടേ. ला भूल बोल. ये क्रियाएं अकर्मक क्रिया के रूप में उपयोग करती हैं, इसलिए कर्ता के साथ ने प्रत्यय जोड़ने की आवश्यकता नहीं है. എന്താ മനസ്സിലായത്? ലാന, ഭൂൽന, ബോൽന അല്ലേ? ലാ ബോൽ ബൂൽ ബോൽ ഇത് കേട്ടിട്ടുണ്ടാവും. കൊണ്ടുവരിക, മറക്കുക, പറയുക എന്നൊക്കെ ഉള്ള ക്രിയകൾ അകർമ്മക ക്രിയയായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. അകർമ്മക ക്രിയയായിട്ടാണ് ലാ ഭൂൽ ബോൽ എന്ന ക്രിയയെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അകർമ്മ ക്രിയയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താ? इसलिए कर्ता के साथ ने प्रत्यय जोड़ने की आवश्यकता नहीं है. അത് കാരണം കർത്താവിനോട് കൂടിയിട്ട് നേ പ്രത്യയം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താ? നേ പ്രത്യയം ചേർക്കേണ്ട എന്നാണ് പറയുന്നത്. ലാ ബോൽ ഭൂൽ എന്ന ക്രിയ അകർമ്മ ക്രിയാരൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിൻ്റെ പ്രയോഗം വേണ്ട? നേക്ക പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് മറന്നു പോകാൻ പാടില്ല. ഇത് പ്രത്യേക അധികം പരീക്ഷയ്ക്ക് വരുന്ന കാര്യമാണിത്. വേ പുസ്തക് പട്ട് ലായേ. കണ്ടോ, ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നുണ്ട്. വേ പുസ്തക് ലായേ. കണ്ടോ, ലായേ, ലാന അല്ലേ? അതിൻ്റെ ഭൂതകാല ക്രിയയാണ് ലായേ, ലായ, ലായേ, ലായി, ലായി അല്ലേ? അപ്പോൾ ഇവിടെ വേ എന്നതായതുകൊണ്ട് ലായേ എന്ന് വന്നു. ഇനി ലഡ്കി സച്ച് ബോലി. ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ട് ബോലി വന്നുണ്ടോ? അപ്പോൾ ബോൾ അല്ലേ? ബോലി. വോ പുസ്തക് ലാനേക്കോ ഭൂല. അവൻ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി അല്ലേ? ഓ പുസ്തക് ലാനേക്കോ. ഇവിടെ കണ്ട ലാനേ കോ ഭൂല. അപ്പോൾ വോ ആണ്, അതുകൊണ്ടാണ് ഭൂല വന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നും നേ പ്രയോഗമില്ല. ഉണ്ടോ? ഇല്ല. അപ്പം ഇതാണ് ഞാൻ മുൻ ക്ലാസ്സുകൾ പറഞ്ഞ നേ കാ പ്രയോഗ. നേ ഭൂതകാലങ്ങളിൽ മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ. അതും ക്രിയ സകർമ്മകമായിരിക്കണം. പക്ഷെ എല്ലാ ബൂൽ ബോൽ എന്ന ക്രിയ എപ്പോഴും അകർമ്മ ക്രിയയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നേ കാ പ്രയോഗില്ല അല്ലേ? നേ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നേ എവിടെയൊക്കെ പ്രയോഗിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഉപകാരമായി തീരട്ടെ.
അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾക്കും കൂടി നല്ലതാണ്. എന്താ, വിദ്യ എപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ അവനവൻ്റെ വിദ്യ എപ്പോഴും കൂടി വരികയുള്ളൂ, കുറഞ്ഞു പോവില്ല. അത് നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.